കാണും നേരം കീരിയും പാമ്പും പോലെ കാണാം. കാണാ നേരം തമ്മിൽ തമ്മിൽ പൊന്നേ മുത്തേ ചെല്ലം ചെല്ലം തേനും പാലും പോലെ പുന്നാരം. അമ്മയെന്ന നാട്യം മോളെടുത്ത് ചാട്ടം നോക്കും വാക്കും വേളം നാക്കിനാലെ നീളം ഒന്നിച്ചാലും മുത്തം മുത്തം പിന്നെ കണ്ട കഷ്ടം കഷ്ടം കണ്ടാലും നാണം നാണം നാണലേ നിന്നും ഇമ്പം ചേരും കൂടും വീടും നന്നേ എന്നാലും പഴമൊഴി പതിരുതിരുകയോ തട്ടിയും മുട്ടിയും. Oh yeah, തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും. കേട്ടമ്മേ, കഴിഞ്ഞ മാസം വാങ്ങിച്ച പാൻറ്റായി ഇത്. ഇപ്പം ഞാൻ ഇടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഭയങ്കര ടൈറ്റ്. ഇങ്ങനെ പോയാലേ ഓരോ മാസവും ഞാൻ ഓരോ പാൻറ്റ് വാങ്ങിക്കേണ്ടി വരും. അല്ല, അമ്മ വാങ്ങിച്ച് തരേണ്ടി വരും. അപ്പം മോനവല്ലി എന്നോട് പറയുക, അത് വിഷമിക്കേണ്ട അർജുനേട്ടാ, ഈ ജീൻസ് അവൾ ഇട്ടോളാം എന്ന് പറഞ്ഞ്. അപ്പം പിന്നെ ഇപ്പം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരേ ഫാഷനായതുകൊണ്ട് അത് പ്രശ്നമില്ല. പൈസ നഷ്ടമാകത്തില്ലല്ലോ അമ്മേ, അല്ലയോ? മോനവല്ലി, എനിക്ക് പാകമാകാത്ത പാൻറ് നീ ഇട്ടോളാന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് ഞാൻ അമ്മയോട് പറയുകയായിരുന്നു. ജീൻസ് ഇട്ടാ എനിക്ക് നന്നായിട്ട് ചേരും അമ്മേ. പണ്ട് ഉറങ്ങുമ്പോൾ നൈറ്റ് ഡ്രസ് ആയിട്ട് വരെ ഞാൻ ജീൻസാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇവിടെ വന്നില്ലേ എന്റെ ഉപയോഗിക്കാറില്ല. എടി, സ്കൂൾ വിട്ട് മീനാക്ഷി വന്നു. കണ്ണൻ ഇതുവരെ വന്നോ? അവൻ എവിടെ പോയെന്ന് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചോ? പാൻറിന്റെ കഥയും പറഞ്ഞോണ്ടിരിക്കുന്നു. കൊച്ചു കുഞ്ഞൊന്നുമല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വരും. തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത വേദന പിന്നെ എനിക്കെന്തിനാ? വരുമല്ലോ അമ്മേ, 1 മണിക്കൂറല്ലേ ഉള്ളൂ. ചെറുക്കം വലുതായില്ലേ, വല്ല പിള്ളേരുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നിന്ന് കറങ്ങിയൊക്കെ അത് ടെൻഷൻ എന്തുവാ? 1 മണിക്കൂർ എന്താ ചെറിയ കാര്യമാണോ? നീ അഡ്മിഷൻ ഒന്ന് വിളിച്ചേ. പണ്ടൊക്കെ സ്കൂളിൽ വിട്ടു വരാൻ 1 നിമിഷം താമസിച്ചാ എന്റെ ചങ്ക് കത്തും. ഇത് ഒരു കൂസലും ഇല്ലാതെ കുത്തി ഇരിക്കുന്ന കണ്ടില്ലേ രണ്ടും. ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട, ഞാൻ ഹെഡ്മാസ്റ്ററെ വിളിക്കാം. വിളി. ഞാൻ പറഞ്ഞില്ലയോ വരുമെന്ന്. എവിടെയായിരുന്നു ഇതുവരെ മനുഷ്യനെ തീ തീറ്റിക്കാൻ? ഇതാണോ മിണ്ടാത്തത്? എവിടെ ആയിരുന്നു ഇതുവരെ എന്നാ അമ്മ ചോദിച്ചത്? ഞാൻ ഇന്നലെ ഹോംവർക്ക് എഴുതിയില്ലായിരുന്നോ? അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് സാറിനെ കാണിച്ചപ്പോൾ സാർ 1000 വട്ടം ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞു. അതിപ്പോ ഒരു പുത്തരിയല്ലല്ലോ. ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് സാറ് പറഞ്ഞു. ഞാൻ ഇമ്പോസിഷൻ എഴുതി തീർന്നിട്ടില്ലെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. മനഃപൂർവ്വം ഇരുന്നതാ. എന്നിട്ടിപ്പോ എഴുതി കഴിഞ്ഞോ? ബാക്കി മുഴുവൻ എഴുതിയിട്ട് സ്കൂളിലോട്ട് വന്നാൽ മതി എന്ന് സാറ് പറഞ്ഞു. ഇന്നലെ അവനെ ഹോംവർക്ക് ചെയ്യാൻ മോനെ വലിയ സഹായിച്ചപ്പോഴേ ഞാൻ കരുതിയതാ തെറ്റുപറ്റുമെന്ന്. അവളെ കൊണ്ട് എഴുതിച്ചേ? അല്ലമ്മേ, ഇവനോട് ഹോംവർക്ക് എഴുതാൻ പറഞ്ഞിട്ട് എഴുതത്തില്ലെന്ന് വാശിയും പിടിച്ചിരിക്കുവായിരുന്നു. തല്ല് കൊള്ളണല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അവനൊന്ന് സഹായിച്ചു, അത്രേ ഇതുള്ളൂ. ഇവള് നിനക്ക് എന്താ എഴുതി തന്നെ? കാണിക്കണ്ടായോ? അല്ല, എടുക്ക നോക്കട്ടെ, എന്തോ എഴുതിയെന്ന് നോക്കട്ടെ. ഭാര്യാജ്ഞാ ലംഘനം എന്ന് എഴുതേണ്ടടുത്തത് മമ്മി എഴുതിയത് ഭാര്യാ ലംഘനം. എവിടെ പോയിടി? ഞാൻ എഴുതാൻ എനിക്ക് അറിയത്തില്ല അമ്മ, അതുകൊണ്ട് ഞാനത് വിഴുങ്ങി. നീ വലിയ അമ്മക്കാരി, അമ്മയെ തല്ലിയെന്നൊക്കെ പറഞ്ഞിട്ട്. ഇംഗ്ലീഷ് കഷ്ടം മോനവല്ലി, നീ ഒരു മലയാള കവിയുടെ ഭാര്യയല്ലേ, അതിന്റെ ഒരു ഗുണം കാണിക്കണ്ടായോ? അതിപ്പം ഈ ദൃഷ്ടിദ്രുമ്നന്റെ ഉദ്യോഗ ജനന സ്മരണ എന്ന് അർജുനേട്ടനെ എഴുതാൻ പറ്റുമോ? ദൃഷ്ടി ഇപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല. ആവശ്യം വരുമ്പോ ഞാൻ എഴുതിക്കോളാം. അവൻ എഴുതും. എന്നെക്കാളും പഠിത്തമുണ്ടോ അവന്? മലയാളം പാടാവല്ലോ. പറയാൻ പോലും പറ്റുന്നില്ല. ആരാ പറഞ്ഞ അറിയത്തില്ല. കൂട്ടക്ഷരമൊക്കെ അമ്മ എന്നെ എത്ര പഠിപ്പിച്ചിരിക്കുന്നു. എന്താ പറയാ, ഇപ്പൊ ഇവിടെ മത്സരത്തിനൊന്നും പോകുന്നില്ല. ഇപ്പൊ ഇവിടെ മത്സരത്തിനോ കൊച്ചിന്റെ കാര്യം പറ, അത് പറ. അവനെ പഠിപ്പിക്കാൻ അർജുനേട്ടന് പറ്റുമെന്ന് ഇപ്പഴല്ലേ ചോദിക്കണ്ടേ, നേരത്തെ ചോദിക്കണം. അതറിയത്തില്ലല്ലോ, എനിക്ക് തെറ്റിയപ്പോഴല്ലേ മനസ്സിലായത് അർജുനേട്ടൻ ഒന്നുമല്ല, അവനറിയാം. അതുകൊണ്ടല്ലേ അവൻ കവിത എഴുതുന്നത്. അവനെ പഠിപ്പിക്കാൻ തെറ്റിച്ച് കൊച്ചിനെ എഴുതി കൊടുത്തും വെച്ച് ഇവ അവനെ പഠിപ്പിക്കാൻ നടക്കുന്നു. വേണ്ടേ? ഇനി നിങ്ങൾ രണ്ടുപേരും കൊച്ചുങ്ങളുടെ പുസ്തകത്തെ തൊട്ട് പോരുത്. അത് നിങ്ങൾ പഠിച്ചോ. ഇന്നും എനിക്ക് ഹോംവർക്ക് ഉണ്ട്, ഞാനത് ചെയ്യില്ല. ചെയ്തു തരാൻ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ.
ഡീ ചെറുക്കൻ്റെ ഹോംവർക്ക് നടക്കാതെ നീ അടുക്കളയിലോട്ട് ചെന്നേ. നിന്റെ ഹോംവർക്ക് അവിടെ. മമ്മി സ്കൂളിലെ മുഴുവൻ പ്രശ്നമാ. അവൻ ക്ലാസ്സിലൊന്നും പഠിക്കുന്നൊന്നുമില്ല. മാത്രമല്ല അധ്യാപകരോടൊക്കെ അവൻ വഴക്കിടുവാ. അവനെ ഇപ്പൊ ക്ലാസ്സിൽ എപ്പോഴും പുറത്താക്കും. എന്താടി അവനെന്താ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കാരണം? അതെനിക്കറിയത്തില്ല. പക്ഷെ അവന്റെ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടേ ഹെഡ് മാഷ് സ്കൂളിലെ അധ്യാപകരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിയായിരുന്നു. എന്നാ അവനെ ഞാൻ ഇന്ന് കൊല്ലും. മമ്മി സ്കൂളിലോ പ്രശ്നം, ഇനി വീട്ടിലും കൂടി പ്രശ്നം ഉണ്ടാക്കിയാലേ അവൻ നാട് വിട്ടു പോവും. അവന്റെ പ്രശ്നം എന്താന്ന് നമുക്ക് സാവധാനം മനസ്സിലാക്കാം. അവനെങ്ങാനും SSLC പരീക്ഷയ്ക്ക് തോറ്റ പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. അപ്പൊ അടുത്ത വർഷം മെയ് മാസം വരെ മമ്മി ജീവിച്ചിരിക്കുള്ളൂ എന്ന് അർത്ഥം. എന്നാലും അവൻ എന്തായിരിക്കും അർജുനേട്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? വളർത്തു ദോഷം. ശരിയാ. അമ്മേ ഈ പാൻസ് മോനോലിക്ക് കൊടുത്തിട്ട് ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിച്ചോട്ടെ. ഇതോടാ ഇത് കടലാസ്. അത് വേണ്ടപ്പോ മനസ്സിലായി. എന്തിനാ നീ പുസ്തകം കയറി കളയുന്നെന്ന്? എന്തുവാന്ന് അറിയാലോ, പിന്നെ എന്തിനാ എന്നോട് എന്തുവാടാ ഇതെന്ന് ചോദിക്കുന്നേ? ഉത്തരം പറയുന്നോടാ. വീട് വേദനിക്കുന്നു. അച്ഛനെ അമ്മേ. അമ്മ ഇത് കണ്ടോ? നോട്ട്ബുക്കിലെ പേപ്പർ മൊത്തം കീറി എറിഞ്ഞിരിക്കുക. മാത്സ് സാറിനെ എനിക്ക് ഇഷ്ടമല്ല. അയാളുടെ ഒരു ലസാഗു. അയാളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാ അയാളെന്ന നോട്ട്സ് എല്ലാം ഞാൻ കീറിക്കളയുന്നേ. ഞാൻ പറഞ്ഞില്ലേ മമ്മി, ഇവൻ എന്തോ കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? നല്ല പൊട്ടിരിക്കുന്നതിന്റെ കുറവാ. നിക്ക് നീ മോനെ, എന്താ നിന്റെ പ്രശ്നം? ചന്ദ്രയാൻ അവിടെ എത്തിയില്ല, അതാ എന്റെ പ്രശ്നം. നിങ്ങൾ എല്ലാരും കൂടെ എന്തിനാ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നേ? ഞാൻ പഠിത്തം നിർത്താനൊന്നും പോകുന്നില്ല. ഓ മോളു. മോനെ നീ എന്താ പഠിക്കാത്തെ? ഞാൻ ഇനി പഠിക്കില്ല, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാ. ഓരോ ദിവസവും ഓരോ നോട്ടാ ഞാൻ ഇങ്ങനെ കീറിക്കളയും. അതാ ഇനിയല്ല എന്റെ ഹോബി. എടാ നീ ഞങ്ങളെ വിട്ടികളാക്കണോ? അത് പിന്നെ ആക്കണോ? വേണ്ട മമ്മി. നിന്നെ കാലേ കെട്ടി തൂക്കി കാലിന്റെ വെള്ളയില് ഓലക്കോണ്ടടിക്കും. നീ എന്നെ കൊണ്ട് മൂന്നാം മുറ അടിപ്പിക്കരുത്. ദേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല. 10ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. എങ്ങാനും തോറ്റ പിന്നെ ജീവിച്ചിരിക്കുന്ന എന്തിനാ? ഇതാ പ്രശ്നം തന്നെയാ ഞാൻ വിചാരിച്ച പ്രശ്നം. എന്ത് പ്രശ്നം? മറ്റേ പ്രശ്നം. ഏത്? എടാ ബാധ കൂടിയത് തന്നെയാ. നാളെ തന്നെ ഒരു ജോത്സ്യനെ കാണണം, എന്നിട്ട് ഇതിന് പരിഹാരം കാണണം. എന്റെ അമ്മ അതൊന്നും പോണ്ട. ഇവനെ വല്ല കൗൺസിലിംഗിനും കൊണ്ടുപോകുന്ന നല്ലത്. കൗൺസിലിങ്ങിനൊന്നും കൊണ്ടുപോകണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അതിനവൻ വരുത്തില്ല അച്ഛമ്മേ. അവൻ വരണ്ട, ഞങ്ങൾ പോയാൽ മതി. മടി. നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? ഞാൻ പോകുന്നൊന്നുമില്ല. മമ്മി ദാ ഇവൻ സ്കൂളിൽ പോകുന്നില്ലാന്ന്. അച്ഛമ്മേ മമ്മി. എന്താടാ ദേ ഇവൻ സ്കൂളിൽ പോകുന്നില്ലെന്ന്. എന്താടാ സ്കൂളിൽ പോകാത്തെ? പോയില്ലെങ്കിലും നിന്നെ കെട്ടിത്തൂക്കിയുണ്ടല്ലോ. വേണ്ട ഡാഡി, ഒന്നും ചെയ്യണ്ട. എന്റെ അച്ഛമ്മ ഇന്നലെ മാഷ് പറഞ്ഞത് ഇമ്പോസിഷൻ എഴുതി കഴിയുവാണെങ്കിൽ മാത്രം സ്കൂളിൽ വന്നാൽ മതി എന്നാ. ഞാൻ ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞില്ല, പിന്നെ ഞാൻ എന്തിനാ സ്കൂളിൽ പോകുന്നത്? ശരിയാ. പെട്ടെന്ന് എഴുതി തീർക്കട്ടെ. എങ്ങനെയാണെങ്കിലേ ഇങ്ങനെ പോകുന്നില്ലെന്ന് പറഞ്ഞു 10,000 പ്രാവശ്യം എഴുതാനൊക്കെ പറഞ്ഞ കൊച്ചു 4 കൈ കൊണ്ട് എഴുതിയ തീരത്തില്ലല്ലോ. ഇന്നലെ ഉറങ്ങിയിട്ടില്ല എഴുതി എഴുതി. പിന്നെ എന്റെ മക്കളെ പതുക്കെ എഴുതിയാ മതിയടാ. സാറ് അങ്ങനൊക്കെ പറയാം. വിളച്ചെടുക്കാൻ സ്കൂളിൽ പോയേ. ചൂടാവാതെ മമ്മി, ഞാൻ മാഷിനെ അനുസരിക്കുമല്ലേ. എഴുതി തീരട്ടെ ഇത്. മക്കൾ എപ്പോ എഴുതി തീരും? നാളെ തീരുന്ന നാളെ പോവും, മറ്റന്നാൾ തീർന്ന മറ്റന്നാൾ പോവും, അടുത്ത ആഴ്ച തീർന്ന അടുത്ത ആഴ്ച പോവും. അല്ല ഈ സീസണിലെങ്ങാനും തീരുവോ? ശ്രമിക്കാം. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇവൻ ഇമ്പോസിഷൻ അങ്ങ് എഴുതി കൊടുത്തേക്ക്. ഇവനെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് വേണം നമുക്ക് ജോത്സ്യന്റെ അടുത്ത് പോവാൻ. നീ സ്കൂളിൽ പോവാൻ നോക്കി. എഴുതണം. ഇങ്ങോട്ടാ 2 പേപ്പർ. പേന എന്തി? ഒരു പേപ്പർ അങ്ങോട്ട് പോകണം. അപ്പൊ നീ എന്താ എഴുതും? ഞാൻ എഴുതുന്നില്ലല്ലോ. ഒരു പേപ്പർ ഡാഡിക്കോ? അത് പേന എടുക്കാം. നിനക്ക് ഞാൻ എഴുതാൻ അറിയാവോ? അതാ എനിക്ക് ഞാൻ എഴുതാൻ അറിയത്തില്ല. ഞാൻ കോപ്പി അടിച്ച് എഴുതാം. പേന വേണോ? നീ എഴുതി പകുതി. അവർക്ക് ഞാൻ എഴുതാൻ അറിയത്തില്ല. പേന എടുത്തോണ്ട് എഴുതടാ. പേന, പേന ഉണ്ട്. പേന, അതാ പേന.
നീ എഴുതുന്നില്ലയോ? ഞാൻ എഴുതുന്നില്ല. എന്താ എഴുതാത്തെ? കുറെ നേരമായിട്ട് എഴുതുമല്ലോ. ഒരു കുറെ നേരമായിട്ട് എഴുതുമല്ലോ. ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അവന്റെ ഈ പേനയില്ല, ഇവിടെ പേനയില്ല വേറെ. അയ്യോ ഇത്ര ദാരിദ്ര്യ പേനയ്ക്ക്. നീ എഴുത്. വിളച്ചില്ല അവന്റെ പേന ഇല്ലെന്ന്. ചന്ദന ഇതല്ല, ചന്ദന സുഗന്ധം ഭാര്യാജ്ഞാ ലേഖനം എഴുതണ്ടേ. അതാ എഴുതണ്ടേ? ചന്ദ്രലേഖ സുഗന്ധോ? ഇത് ഡാഡിയുടെ കവിതയാ. ഇതെന്തിനാ എഴുതുന്നേ? ഇതെഴുത്. ഭാര്യാജ്ഞ ലംഘനം. ഭാര്യാജ്ഞ ലംഘനം. ലംഘനം. ഞാൻ നോക്കിട്ട് വരാം. ലംഘനം. ഘനം എന്നെഴുത്. ഭാര്യാജ്ഞ ലംഘനം. അല്ല, ഇതാര് കണ്ണമ്മോനോ? ഇന്നെന്താ സ്കൂളിൽ വരാഞ്ഞേ? പനിയുണ്ടോ? ഏയ് അതെ കണ്ണമ്മോനെ, ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നിരിക്കുന്നെന്ന് കാണണ്ടേ? ലഡു, ജിലേബി, ബോംബെ മിഠായി. മദ്രാസ് മിഠായി കിട്ടിയില്ലേ? അങ്ങനെ ഞാനൊന്നിനെ കേട്ടിട്ടില്ലല്ലോ. അതെ, നാളെ കൊണ്ടുവരാം. അച്ഛമ്മേ, മമ്മി, ഒന്നിങ്ങ് വന്നേ. മോൻ തന്നെ. ഇത് ഞങ്ങളുടെ സ്കൂളിലെ മാഷ, ഗോപാല മാഷ്. സാറ് ഇവിടെ ഇരിക്കും, ഞാനത് കഴിച്ചിട്ട് വരാം. ഒന്നും വിചാരിക്കരുത്, അവന്റെ ഉള്ളിലെ ബാധയായി സംസാരിക്കുന്നത്. അല്ല മാഷൻ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിങ്ങളുടെ മകന്റെ കാര്യം പറയാൻ ഇരുന്നാട്ടെ. നിങ്ങൾക്കറിയാലോ, 10-12 വർഷമായിട്ട് നമ്മുടെ സ്കൂളിൽ SSLCക്ക് 100% വിജയം. അത് ഇത്തവണയും അത് നിലനിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. കണ്ണം പറയുന്നു ഇത്തവണ മനഃപൂർവ്വം തോൽക്കുമെന്ന്. നിങ്ങളുടെ 100% ഞാൻ ഇല്ലാതെയാക്കുന്നു. ഞാൻ ഈ വർഷം റിട്ടയർഡ് ചെയ്യുക. എൻ്റെ ആഗ്രഹം 100% വിജയം ഉണ്ടായിരിക്കണമെന്ന്. അല്ലെങ്കിൽ അതിൻ്റെ നാണക്കേടിരിക്കാം. ഞങ്ങളും അറിഞ്ഞായിരുന്നു സാറേ. എന്തുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്യുന്നതെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത. എന്നോടും മറ്റുള്ള അധ്യാപകരോടുള്ള വാശി തീർക്കുക അവൻ. നല്ല ടാലൻ്റുള്ള കുട്ടിയാക്കണ്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളെ സ്കൂളിൻ്റെ മാനം ഒന്ന് രക്ഷിക്കണം. ഈ ലഡു കൊള്ളില്ല മാഷേ. ശരി പറയാം, അടുത്ത തവണ നല്ല ലഡു വാങ്ങിത്തരാം. പറയും. എടാ, എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം സാറ് പറഞ്ഞില്ലേ, ഇവരുടെ 100% ഞാൻ തകർക്കും. ഈ വർഷം ഞാൻ തോക്കും, ഉറപ്പാ. മക്കളെ എന്തോ നിന്റെ പ്രശ്നം എന്ന് വെച്ചാ പറ, മമ്മി ശരിയാക്കി തരാം. ശരിയാക്കാൻ പറ്റില്ല മമ്മി. ഞങ്ങളുടെ സ്കൂളിൽ 100% 10ാം ക്ലാസ്സിൽ മാർക്ക് കിട്ടാൻ വേണ്ടി ഇവര് കുറെ പിള്ളേരെ 9ാം ക്ലാസ്സിൽ തോൽപ്പിക്കും. ആണോ മാഷ? അതവിടെ പഠിക്കാത്ത കുട്ടികളല്ലേ തോൽപ്പിക്കുന്നത്. പഠിപ്പിക്കാനല്ലേ നിങ്ങളെയൊക്കെ അവിടെ നിയമിച്ചേക്കുന്നേ? ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ. 10ാം ക്ലാസ്സിൽ 100% മാർക്ക് കിട്ടാൻ വേണ്ടി എൻ്റെ സുഹൃത്തായ ഷിഹാബുദ്ദീനെ ഇവർ 9ാം ക്ലാസ്സിൽ തോൽപ്പിച്ചു. അവന് വേണ്ടി 10ാം ക്ലാസ്സിൽ ഞാൻ തോറ്റ് സ്കൂളിൻ്റെയും മാഷിൻ്റെയും വില ഞാൻ കളയും. അയ്യോ, അങ്ങനെ പറയരുത് മോനെ. മോനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. മര്യാദയ്ക്ക് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കെട്ടിത്തൂക്കി കാലിൻ്റെ മോനെ, ഷിഹാബുദ്ദീനെ പറ്റി നീ അങ്ങ് മറന്നേക്ക്. നീ നിന്റെ കാര്യം ചിന്തിക്കും. അതെ, ഈ പ്രാവശ്യം ഞാൻ തോക്കും തോക്കും തോക്കും. ഇവരുടെ 100% തൊലയട്ടെ. എൻ്റെ പൊന്നു മോനെ, നീ അങ്ങനെ പറയരുത്. നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും പാട്ട് ചെയ്തു തരാം. ദിവസവും ചിക്കൻ ബിരിയാണി, അങ്ങോട്ട് പോകാൻ കാറ്, സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ കാറ്, പുതിയ പാട്ട്, പുതിയ ഷർട്ട്, എല്ലാം എൻ്റെ പൊന്നു പൊന്നു മേടിച്ചു തരാം. മാത്രമല്ല നീ വല്ലപ്പോഴൊക്കെ സ്കൂളിൽ വന്നാൽ മതിരാ, ഞാൻ ആചരിട്ടോളാം. ഇത്രയും ഓഫറൊക്കെ മാഷ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വരാം. എൻ്റെ പൊന്നുമോ പോയി യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോവാ. ചായ എടുക്കട്ടെ മാഷ? കുടിച്ചോളല്ലോ. ഹലോ, എന്താടാ? പാൽപ്പായസോ? എന്തിന്?
അതൊന്നും പറ്റത്തില്ല. വേണ്ട 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 വേണ്ട, ഞാൻ ഉണ്ടാക്കി വെക്കാം. ആ ഉണ്ടാക്കാന്ന്. ആരടി ഫോൺ ചെയ്ത്? കണ്ണൻ എന്താ? അവന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോ പാൽപ്പായസം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അടിയാ അവന് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത് അറിഞ്ഞിട്ടാ പറ്റത്തില്ലെന്ന്. അപ്പൊ അവൻ പറയാ മര്യാദക്ക് പാൽപ്പായസം ഉണ്ടാക്കി തന്നോ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ തോക്കുമെന്ന്. ദൈവമേ, ഇനിയിപ്പോ 10ാം ക്ലാസ് ജയിക്കണമെങ്കിൽ എന്റെ പേരിലുള്ള സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കണമെന്ന് പറയുമോ? അല്ല, അവൻ അതും പറയൂ അമ്മേ. നീ പോയി പെട്ടെന്ന് പായസം ഉണ്ടാക്കാൻ നോക്ക്. നീ എന്താ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? അല്ലമ്മേ, ആ സ്കൂളിന് 100% വിജയം കിട്ടാൻ വേണ്ടിയിട്ട് ആ മാഷ് ഇപ്പൊ എന്ത് ചെയ്യാനും തയ്യാറാ. നമുക്ക് നമ്മുടെ കണ്ണനെ സോപ്പിട്ടെ അങ്ങനെ കൊണ്ട് ചില സാധിപ്പിച്ചെടുത്താലോ എന്ന് വെച്ചാൽ, ഇപ്പം ഉദാഹരണത്തിന് നമ്മളൊരു ടൂറ് പോകുന്നു. ആ ടൂറിന്റെ ഫുൾ ചെലവ് മാഷിനെ കൊണ്ട് കൊടുപ്പിക്കാം. ഇപ്പം നമ്മുടെ വീട്ടിന് ആവശ്യമായ ചില സാധനങ്ങൾ അത് പുള്ളിയെ കൊണ്ടൊക്കെ മേടിപ്പിക്കാം. മഹാപാപം പറയാതെ. ഓ, ഇതൊന്നും മഹാപാപം അല്ലമ്മേ. ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കച്ചവടമാണ്. നമുക്ക് അതിന് കച്ചവടം കണ്ടുകൊണ്ട് കാണാന്ന്. അവർക്ക് ചെയ്യെങ്കിൽ നമുക്ക് ചെയ്താലെന്താ? ഈ വർഷം മാഷിന്റെ ചെലവിൽ നമുക്ക് അങ്ങ് അടിച്ചു പൊളിക്കാം. ഞാൻ എന്തായാലും അത് ചെയ്യാൻ തീരുമാനിച്ചു. അമ്മ പേടിക്കണ്ടമ്മേ, അമ്മ എല്ലാം അറിയണ്ട. ആ മക്കളേടാ, അതെ, നീ സാറിനോട് പറഞ്ഞിട്ടേ ഇന്ന് വൈകുന്നേരം വരുമ്പോ കുറച്ച് പച്ചക്കറി മേടിച്ചോണ്ടോ. നീ വേണ്ട ഇന്ന് പച്ചക്കറി. ശരി മക്കളെ, പാൽപ്പായസം ഉണ്ടാക്കാം. ആ മക്കളെ ശരി. മമ്മി, ഇതെല്ലാം തന്നെത്താനെ ചുമന്നുകൊണ്ട് വന്നോ? പറഞ്ഞിട്ടുള്ള എല്ലാ സാധനവും ഉണ്ട്. അവസാനം വിളിച്ച് പറഞ്ഞാൽ കത്രികയുണ്ട്. പറഞ്ഞില്ലല്ലോ. പിന്നെന്താ വിളിച്ചു പറഞ്ഞ? കത്രിക്ക വേണ്ട, സാരമില്ല. മാഷിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മാഷിന് കുടിക്കാൻ എന്താ വേണ്ടേ? അയ്യോ, ഒന്നും വേണ്ട. ഇത്രയൊക്കെ ആയത് എന്റെ വലിയ സന്തോഷം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനങ്ങ് പോയാലോ? എനിക്ക് ഒരു നിബന്ധന കൂടെ ഉണ്ട്. അതെന്താ? റിട്ടയർ ആയി കഴിഞ്ഞാൽ സാറിന് കിട്ടുന്ന പെൻഷന്റെ പകുതി എല്ലാ മാസവും എനിക്ക് വേണം. അത് നടക്കില്ല. വേണ്ട, SSLCക്ക് ഞാൻ തോറ്റോളാം. നിങ്ങളുടെ 100% ഞാൻ കാണിച്ചു തരാം. ദുഷ്ട, ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. സാറിനോട് ഇങ്ങനെയൊക്കെ എന്നോടാ പറയുന്നേ? എനിക്ക് എല്ലാ മാസത്തെ പെൻഷന്റെ പകുതി വേണം. തരാടാ, നിനക്ക് ഞാൻ തരാം. കണ്ടോ നീ? അല്ല, വിഷം 100% വിജയം വരിച്ചില്ലെങ്കിൽ ഇത് കഴിച്ച് ഭരിക്കാനാണ് ഞാൻ ഇരുന്നത്. കേട്ടോ, ഇപ്പൊ തന്നെ മാഷെ കഴിക്കരുത്. നമുക്ക് എന്ത് പരിഹാരം വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ പാസ്സാകാം. മാഷ് മരിക്കൊന്നും വേണ്ട. മാഷിന്റെ പെൻഷൻ കാശിന്റെ പകുതി എനിക്ക് വേണ്ട. പക്ഷെ മാഷ് എനിക്കൊരു ഉറപ്പ് തരണം. 10ാം ക്ലാസ്സിൽ 100% മാർക്ക് കിട്ടില്ലെന്ന് കരുതി ഷിഹാബുദ്ദീനെ പോലെ ആരെയും 9ാം ക്ലാസ്സിൽ തോപ്പിക്കരുത്. ഇല്ല, തോപ്പിക്കില്ല. അല്ല, അതിന് ഈ വർഷം മാഷ് മനസ്സിലാവുകയല്ലേ, അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല, തോപ്പിക്കില്ല. എല്ലാ മാഷന്മാർക്കും വേണ്ടി ഞാൻ ഉറപ്പ് തരുന്നു. മാഷിനോട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് മാഷിനോട് ബഹുമാനം ഇല്ലാത്ത കൊണ്ടല്ല. വിദ്യാർത്ഥികൾക്ക് മനസ്സുണ്ട്. വിദ്യാഭ്യാസം ഒരിക്കലും ഒരു കച്ചവടമാക്കരുത്. 100% വിജയം മാത്രം ആഗ്രഹിക്കാതെ കുട്ടികളെ നന്മയുള്ളവരായി വളർത്താനായിരിക്കണം വിദ്യാലയം. ഞാൻ മാഷിനോട് ചെയ്ത തെറ്റിനൊക്കെ എനിക്ക് മാപ്പ് തരണം. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരിൽ നിന്ന് മാത്രമല്ല, അധ്യാപകർക്ക് വിദ്യാർത്ഥികളിൽ നിന്നും ചിലത് പഠിക്കാനുണ്ട്. ഞാനത് പഠിച്ചു മോനെ. നീ എൻ്റെ കണ്ണു തുറപ്പിച്ചു മോനെ. മാഷേ, ഇനി ആ വിഷക്കുപ്പി ഇനി തന്നേരെ. വിഷക്കുപ്പിയല്ല, നമുക്കുള്ള മരുന്ന.